തൃക്കാക്കരയപ്പനു മുൻപിൽ 2 നാൾ മതസൗഹാർദ്ദ സദ്യ. തൃക്കാക്കര മഹാക്ഷേത്രം തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ചാണ് തിരുവോണ നാളിലും ഉത്രാടത്തിനും സദ്യ ഒരുക്കുന്നത്. തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്രാട സദ്യയും തിരുവോണ സദ്യയും മതസൗഹാർദ്ദത്തിന്റെ കൂടി വേദിയാണ്. ജാതിമത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന തിരുവോണ സദ്യയിൽ ചോറും 21 ഇനം കറികളും 2 തരം പായസവും ഒരുക്കും. ഉത്രാട സദ്യയിൽ 9 കറികളും 1 പായസവും അടങ്ങുന്ന സദ്യയാണ് വിളമ്പിയത്. ഉത്രാട സദ്യ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ ഭക്തജനങ്ങൾ വന്ന് തിരുമുൽക്കാഴ്ച സമർപ്പിച്ചതിന് ശേഷം നടത്തുന്ന സദ്യയാണ് ഉത്രാട സദ്യയും. അതുപോലെ തന്നെ ആ ഓണത്തിന്റെ സന്ദേശം നൽകുന്ന എല്ലാവരും ഒന്നാണ്, ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുന്നത് എന്നുള്ള ആ വിശ്വാസത്തോട് തന്നെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന തിരുവോണ സദ്യ കഴിച്ച് ഓണം ആഘോഷിക്കുന്ന ഒരു പ്രദേശം തൃക്കാക്കരയാണ്. ഈ തൃക്കാക്കര ഓണാഘോഷത്തിന്റെ പ്രത്യേകം അത് തന്നെയാണ്. ആ മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതുപോലെയുള്ള ആ ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്സവമാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. 20,000 മുതൽ 25,000-ഓളം പേരാണ് തൃക്കാക്കരയപ്പന്റെ തിരുവോണ സദ്യ ഉണ്ണാൻ എത്താറുള്ളത്. അത്തം മുതൽ ഈ തിരുവോണം വരെ, നാളെ തിരുവോണം വരെ എല്ലാ ദിവസവും ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സദ്യയാണ് ഉത്രാട സദ്യയും തിരുവോണ സദ്യയും. ഇന്ന് ഏതാണ്ട് 9 ഐറ്റം കറികളോടുകൂടിയാണ് ഇന്നത്തെ സദ്യ നടത്തുന്നത്. നാളെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളോടും കൂടിയുള്ള സദ്യയാണ്. ഇന്ന് നടക്കുന്നത് അവിയല്, സാമ്പാർ, തോരൻ, എലിശ്ശേരി, കൂട്ടുകറി, നാരങ്ങാക്കറി, രസം, മോര്, പായസം. ഇന്നൊരു പായസമാണുള്ളത്. നാളെ 2 പായസത്തോടു കൂടി, പാലട, ഗോതമ്പ് എന്ന 2 പായസത്തോടു കൂടിയാണ് നാളത്തെ സദ്യ. ഗംഭീരമായിട്ടാണ് നാളത്തെ സദ്യ നടക്കുന്നത്. ഉത്രാട സദ്യ ഉണ്ണാൻ 7,500 മുതൽ 10,000-ഓളം പേരിനെത്തി. തിരുവോണ ദിനത്തിൽ രാവിലെ മഹാബലി എതിരേൽപ്പിനും 9 ഗജവീരന്മാർ അണിനിരക്കുന്ന ശ്രീബലിയും കഴിഞ്ഞാലുടൻ തിരുവോണ സദ്യ ആരംഭിക്കും. കളമശ്ശേരി നഗരസഭയാണ് തിരുവോണ സദ്യ സമർപ്പിക്കുന്നത്. രാവിലെ 10:30-ക്ക് ആരംഭിക്കുന്ന സദ്യ വൈകിട്ട് 3 വരെ നീളും. DD ന്യൂസ്, എറണാകുളം.